ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എൻ്റെ പഴയ സ്കൂൾ വരെ ഒന്ന് പോകാതെ സെൻറ്റ് തെരേസാസ് ബദനി കോൺവെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെങ്ങന്നൂർ മഠമെന്ന് ചുരുക്കി പറയാം. 5ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് എനിക്ക് ഇവിടെ നിന്നുണ്ട്. ഇവിടെ ചെന്നപ്പോഴും വളരെ സന്തോഷം തോന്നി, അതുപോലെ തന്നെ മിസ്സിങ്ങും. ജീവിതത്തിൻ്റെ ഏറെക്കുറെ ഭാഗവും വിദ്യാഭ്യാസത്തിൻ്റെ ഞാൻ ചെലവഴിച്ചത് ഇവിടെയാണ്. ഒരുപാട് ഫ്രണ്ട്സിനെ സമ്മാനിച്ചിട്ടുണ്ട്. നല്ല നല്ല അധ്യാപകരെയും നല്ല നല്ല കൂട്ടുകാരെയും എനിക്ക് തന്ന നല്ലൊരു സ്ഥലമാണ്. ഇന്ന് ഞാൻ ചെന്നത് സ്ട്രൈക്കായിട്ട് ഉച്ചവരെ ക്ലാസ്സുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ സ്കൂൾ മൊത്തം എനിക്ക് നടന്ന് കാണാൻ പറ്റിയേ. ഇവിടെ പഠിച്ച പിള്ളേർക്കറിയാം ഈ സ്കൂളുമായിട്ട് നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരിക്കുമെന്ന്. അന്ന് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ നല്ല ഫേമസ് ആയിട്ടൊരു സ്കൂളായിരുന്നു. വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന മഠം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബസ്സിൽ കയറിയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പേടിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇപ്പം അതൊക്കെ മാറി ഒരുപാട് വ്യത്യാസമായി. സ്കൂളിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. സ്കൂളിൻ്റെ കെട്ടിടവും ബിൽഡിങ്ങും എന്തിനാ പെയിൻറ്റ് പോലും അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് വ്യത്യാസങ്ങൾ. ചാപ്പൽ, ഇതിൻ്റെ ഈ കാണുന്ന ബിൽഡിങ് പഴയ ഞങ്ങളുടെ ചാപ്പലായിരുന്നേ. അതിപ്പം മാറ്റിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ പുതിയ ബിൽഡിംഗ് ആക്കി ചാപ്പൽ. ആ ചെറിയ ബിൽഡിങ്ങിൽ ഇതുവഴി ഒരു ആർച്ചായിരുന്നു. ഈ ആർച്ചിനകത്തൂടെ നടന്നു പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നതും ഒക്കെ ഓർത്തു പോകുന്നു. പിന്നെ ഇത് നമ്മുടെ സ്കൂളിൻ്റെ കിണറായിരുന്നേ. പൈപ്പിൽ വെള്ളമില്ലാത്ത ദിവസം ഉച്ചയ്ക്ക് ഇതിൻ്റെ മുന്നിൽ ഭയങ്കര തിരക്കാണ്, വെള്ളം കോരി കുടിക്കാനും ഒക്കെയായിട്ട്. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങാണ് ഓഫീസ് റൂം. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഓഡിറ്റോറിയം. എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അന്നതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളേ ഇപ്പോഴുവേ. ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്നില്ലേ കുറച്ച് ചെടികൾ നിൽക്കുന്ന ഭാഗം, അവിടെ പണ്ട് ഒരു വള്ളിമുല്ല പോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു. നല്ല മണമായിരുന്നു അതിനെ. ക്ലാസ്സിൽ മൊത്തം അതിൻ്റെ മണം അടിക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ ഓഡിറ്റോറിയമാണേ. ഓഡിറ്റോറിയം, ഇത് കമ്പ്യൂട്ടർ ലാബ്. ഓഡിറ്റോറിയത്തിൻ്റെ താഴെ തന്നെ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് ഉള്ളത്. ഈ മാതാവിൻ്റെ രൂപം നേരത്തെ ഇല്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് എങ്ങാണ്ട് വെച്ചതാണെന്ന് തോന്നി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും അവിടെ ഇല്ലായിരുന്നു. കണ്ടോ, 2 സൈഡിലും വെച്ചിട്ടുണ്ടേ. പിന്നെ ഇപ്രാവശ്യത്തെ A+കാരുടെയും വിജയികളുടെയൊക്കെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കാണുന്നത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ താഴേക്ക് ഒരു പോർഷനുണ്ട്, പുറത്തേക്ക് പോകാനുള്ള വഴി. ഇപ്പുറത്തേക്ക് നമുക്ക് താഴേക്ക് കുറേ ക്ലാസ് റൂമുകളും കാര്യങ്ങളും ബാത്റൂമും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് തന്നെയാണ് കഞ്ഞിപ്പരയൊക്കെ ഉള്ളത്. കണ്ടോ, ഈ 2 സൈഡിലും കാണുന്നത്. ഈ ഇടതുവശത്തോട്ട് പോകുന്ന സ്ഥലത്ത് നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൻ്റെ വേറൊരു ഭാഗമാണ്. ഈ വലതുവശത്ത് കാണുന്നത് 2 ക്ലാസ് റൂമുകളാണ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കിന് ഈ നേരെ കാണുന്ന ബിൽഡിംഗ് ഏറ്റവും മുകളിലായിരുന്നു നമ്മൾ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രൊജക്ടറൊക്കെ വെച്ചിരിക്കുന്ന റൂം. അവിടേക്ക് കൊണ്ടുപോയായിരുന്നു ഈ സ്റ്റെപ്പ് കയറി. ഈ കാണുന്ന മതിലിൻ്റെ സ്ഥിരം ഫോട്ടോ എടുക്കുന്ന പ്ലേസാണ്. നമ്മുടെ ക്ലാസ് ഫോട്ടോസൊക്കെ അവിടെയാണ് എടുക്കുന്നത്. ഇത് കൈ കഴുകുന്ന സ്ഥലം. പിന്നെ ഈ ബിൽഡിങ് പുതിയതാണ്, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലും മെസ്സും ഒക്കെ ആയിട്ട് സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സെൻറ്റ് തെരേസാസ് ബദനി കോൺവെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെങ്ങന്നൂർ. ഈ ബിൽഡിങ്ങൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. ഇത് നമ്മുടെ കഞ്ഞിപ്പരയാണ്. നേരത്തെ താഴെയായിരുന്നു, ഇപ്പോൾ ഇത് മേളിലോട്ടാക്കിയതാണ്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുഞ്ഞു മോളുടെ ശബ്ദമുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. ഞാൻ 2 തവണ വോയിസ് ഓവർ കൊടുത്തപ്പോഴും അവളുടെ ശബ്ദം ഉണ്ടായിരുന്നു. വീണ്ടും വോയിസ് ഓവർ കൊടുക്കാൻ പാടായതുകൊണ്ടാണ്, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. നമ്മുടെ പഴയ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മൾ പഴയ വിദ്യാർത്ഥിയാകാൻ ആഗ്രഹിക്കുമല്ലേ. നമ്മുടെ പഴയ കാലഘട്ടം തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കും. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പാട്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് മൊത്തം. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ പകുതിയിലേറെ പേരും റിട്ടയർഡായൊക്കെ പോയി. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെയൊക്കെ കാണാൻ പറ്റി. നല്ലൊരു ദിവസമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴും മനസ്സ് നിറയെ എൻ്റെ സ്കൂളായിരുന്നു. സ്കൂൾ കാലഘട്ടവും കൂട്ടുകാരും എല്ലാവരും കൂടി പഴയ ആ കാലം ഒന്നുകൂടെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.